നമസ്കാരം ക്യാമ്പ്സെറ്റേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേര് ഗുണ്ട ചിക്കൻ. ഈ ഗുണ്ടകൾ കഴിക്കുന്ന ചിക്കൻ അല്ല കേട്ടോ, അത് ഒരു പ്രത്യേക ഐറ്റമാണ്. അത് കണ്ടാലേ മനസ്സിലാകത്തില്ല. ഈവൻ അതിൻ്റെ എല്ല് പോലും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഈ ഗുണ്ട ചിക്കൻ ചെയ്യുന്നത്. കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഗുണ്ട ചിക്കൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പരിചയപ്പെടുത്താം. ഏറ്റവും അത്യാവശ്യം ചിക്കൻ, കുറച്ച് ബ്രെഡ്, ഇതാണ് ചിക്കൻ്റെ എല്ല്, കാപ്പിയുടെ കമ്പാണ് കേട്ടോ. ഇത് ചെത്തി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ചിക്കൻ്റെ എല്ലാക്കുന്നത്. പിന്നെ റൈസ് ബ്രാൻ ഓയിൽ എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബിങ്കോ എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മീറ്റ് മസാല, ഉപ്പ്, 2 ലിറ്റർ പാല്, വിനാഗിരി, വേണ്ട ടൂൾസ്, കുക്ക് ചെയ്യാനുള്ള പാത്രം, എല്ലാ കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇനി ഈ മൺചട്ടി നമുക്ക് അടുപ്പിൽ വെക്കാം. മൺചട്ടിയുടെ പ്രത്യേകത ഇരുന്നധികം ചൂടാകാൻ വെക്കരുത്. അതിന് മുമ്പ് തന്നെ വെള്ളം ഒഴിച്ചോണില്ല, മൺചട്ടിക്ക് ക്രാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്രയും വെള്ളം മതി, അധികം വേണ്ട. വെള്ളം ഒഴിച്ചു. ആ വെള്ളത്തിലേക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ചിക്കൻ്റെ ഒരു ചെസ്റ്റ് പീസ് ഇടുന്നു. ശേഷം 2 ലെഗ്സ് ഇതും ഇറക്കി വെക്കുന്നു, മൂടി വെക്കുന്നു, വേവിക്കുന്നു. ഇതിനകത്തൊന്നും ചേർക്കുന്നില്ല ഉപ്പല്ലാതെ. ഇതിങ്ങനെ നമ്മുടെ കാപ്പിക്കമ്പ് ചെത്തി നല്ല വൃത്തിയാക്കുവാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ്റെ എല്ല്. ഈ എല്ലിലാണ് നമ്മൾ ചിക്കൻ കാലുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നല്ല പക്കായിട്ട് വൃത്തിയാക്കിയിട്ട് ഈ സംഭവം നമുക്കൊരു ഉരുളക്കിഴങ്ങ് ചെത്തി വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ നീരാവിയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ചിക്കൻ വെന്തോ എന്ന് നമുക്ക് നോക്കാം. ഈ പ്ലക്കർ വെച്ചിട്ട് പിടിച്ച് നോക്കി അറിയാം ചിക്കൻ വെന്തോ ഇല്ല എന്നുള്ള കാര്യം. ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട, നിങ്ങൾക്ക് കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഏകദേശം ചിക്കൻ വെന്തിട്ടുണ്ട്. പക്ഷേ ഒരു ശക്കലം കൂടെ നമുക്കൊരു 5-6 മിനിറ്റ് കൂടെ ഒന്ന് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് എടുത്തേക്കാം ചിക്കൻ. അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങിടാം. അടുത്ത് നമ്മൾ ഇതിനുള്ള മോസറല്ല ചീസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഓൾറെഡി ഒരു വീഡിയോയിൽ നമ്മളത് കാണിച്ചിട്ടുണ്ട് കേട്ടോ, പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ കാണിക്കാം. പാല് തിളപ്പിച്ചതാണ്, അത് ഒന്ന് കാണിച്ചുകൊണ്ടാണ് രണ്ടാമത് തിളപ്പിക്കാഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് അടുത്തത് ചെയ്യാൻ പോകുന്നത് വിനീഗർ എടുക്കുന്നു, കുറച്ചങ്ങ് ഒഴിക്കുന്ന അളവൊന്ന് ശ്രദ്ധിച്ചോണം. 2 ലിറ്റർ പാലാണത്. അതിനകത്തോട്ട് ഏകദേശം ഒരു 150 ഗ്രാം വിനീഗർ ഞാൻ ഒഴിച്ചു. എന്നിട്ട് നമ്മളൊരു തവി കൊണ്ട് പയ്യെ ഇളക്കി കൊടുക്കുമ്പോൾ പാല് പിരിഞ്ഞ് വരുന്നത് ഇതുണ്ടോ, പാല് പിരിഞ്ഞ് വരും. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അതിനകത്ത്. ഇത് നമ്മൾ കറന്നെടുത്ത പാലാകട്ടെ, ഇവിടുത്തെ നമ്മുടെ പശുവിൻ്റെയാണ്. മിൽമ പാലിൽ നമ്മൾ ഇത്ര ഒഴിച്ചാൽ ഇത്രയും ചീസ് കിട്ടില്ല. ഇത് കണ്ടോ, ഇങ്ങനെ സെപ്പറേറ്റായി വരും. അപ്പോൾ പാല് നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഊറ്റിയെടുക്കാം. ആദ്യം വെള്ളം മാത്രം പോവും, ചീസ് ഇങ്ങനെ അടി കിടക്കുകയാണ്. കണ്ടോ, അതിനകത്തോട്ട് നോക്കിയാൽ കാണാം. ഇത്രയും നല്ല മോസറല്ല ചീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ മോസറല്ല ചീസ് ചെയ്യുമ്പം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞെക്കി പിഴിഞ്ഞ് കുറച്ചുകൂടെ ക്ലിയർ ആക്കിയാണ് എടുക്കുന്നത്. പക്ഷേ ഇതങ്ങനെ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ് കുക്കിംഗ് മുന്നോട്ട് വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം, ഈ ഇലയിലോട്ട്. അടിപൊളി. നമ്മുടെ ചിക്കൻ സൂപ്പ് നല്ല അതിൻ്റെ ചിക്കൻ്റെ നെയ്യൊക്കെ ഇറങ്ങി നല്ല തിളയ്ക്കുന്നുണ്ട്. അതിനകത്തേക്ക് തന്നെ ആണ് നമ്മളിത് ഈ ഉരുളക്കിഴങ്ങിടുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ എടുത്തൊരു പാത്രത്തിലോട്ട് വെക്കുന്നു. ഇതിൻ്റെ ഫ്ലഷ് ഇങ്ങനെ വേർപിടിക്കണം. എല്ലിലൊരു തരി പോലും ഇരിക്കാതെ ഫ്ലഷ് മാത്രം നമുക്ക് ഇങ്ങനെ പിച്ചി എടുക്കണം. നല്ല പിച്ചിയെടുത്ത് ഈ അവസ്ഥയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഈ സൈഡിലോട്ട് ഉരുളക്കിഴങ്ങ് കോരിയെടുക്കാം. വെള്ളം തോർത്ത് കോരിയെടുക്കും. നമുക്ക് ആ ഉരുളക്കിഴങ്ങ്
ഒന്ന് കുത്തി ഉടയ്ക്കാം. കുത്തി ഉടയ്ക്കുന്നതിന് മുമ്പ് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്ത് അടിച്ചുടച്ച് എടുത്തു. ചിക്കൻ നമ്മൾ പകുതി മാറ്റി വെച്ചിരിക്കും. ഇതുകൊണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ കൺസിസ്റ്റൻസി ഒന്ന് ഓക്കെ ആകാൻ വേണ്ടിയിട്ടാണ്. ആവശ്യം വന്നാൽ മാത്രം ഇട്ടാൽ മതി. ഇത് വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അടുത്ത ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നു. ഉപ്പ് മുമ്പായിട്ടത് ഇച്ചിരി കുറവായിരുന്നു, അതുകൊണ്ടൊരു കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. അടുത്തത് മീറ്റ് മസാല. ചിക്കൻ എന്തിനാണ് മീറ്റ് മസാല ഇടുന്നതെന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നും. പക്ഷേ മീറ്റ് മസാല ഇടുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. ശകലം മീറ്റ് മസാല ഇടുന്നു. ഇച്ചിരി മുളക് പൊടി ഇടുന്നു. അടുത്തത് കുരുമുളക് പൊടി. ഇനി ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, ഞാൻ ഞെക്കി പിഴിയാഞ്ഞ് എന്തിനാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പം നല്ല പൊടിയായിട്ടിരിക്കും. ഇത് ഇതിനകത്തോട്ടങ്ങ് ഇടും. ഇന്ന് നമ്മൾ ആദ്യം മുഴുവൻ ചേർക്കുന്നില്ല, കൺസിസ്റ്റൻസി നോക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമ്മുടെ ബ്രെഡ് പൊടിച്ചെടുത്ത കേട്ടോ, മിക്സിയിലിട്ട് പൊടിച്ചത്. വെറുതെ മിക്സിയിൽ ഒച്ച കേൾപ്പിക്കേണ്ട എന്ന് എഴുതിയിട്ടാണ് ഷോട്ട് കാണിക്കാഞ്ഞത്. ഇതൊരു ശകലം ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതങ്ങോട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട്. ഈ ബ്രെഡാണ് ഇതിനെ സ്റ്റിക്കി ആയിട്ട് നിർത്തുന്നത്. അതായത് ഇതൊരു ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴയ്ക്കുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ കൊണ്ടുവരണം, കുഴച്ച്. ദേ നമ്മുടെ എല്ലിലേക്ക് ഇനി നമ്മൾ ചിക്കൻ പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഏത് വലുപ്പമാണോ വേണ്ടത് ആ ഒരു കാൽക്കുലേഷനിൽ എടുക്കുക. ചിക്കൻ വെക്കുക, ഉരുട്ടുക. ചിക്കൻ പീസ് വന്നത് കണ്ട. ഈ വലിപ്പം നമുക്ക് പോരാ, ഇച്ചിരിയുടെ വലിപ്പം നമുക്ക്. ദേ നല്ല അടിപൊളി ചിക്കൻ റെഡിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബ്രെഡ് പൗഡർ കണ്ടോ, അതായത് ബ്രെഡ് ചുമ്മാ മിക്സിയിലിട്ട് അടിച്ചത്, അതൊന്ന് ചെറുതായിട്ട് പറ്റിച്ചിട്ട് എടുത്ത് മാറ്റി വെക്കുന്നു. ആദ്യം എടുത്ത് വെച്ച കൂട്ടത്തിൽ മുട്ട കാണിക്കാൻ മറന്നു പോയിരുന്നു. ഇതേണ്ട, ഇതിന് മുട്ടയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് മുട്ടയും കൂടെ പിടിപ്പിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മുട്ട പിടിച്ചതിലേക്ക് നമ്മൾ ഒന്നുകൂടെ ബ്രെഡ് പൗഡർ മുക്കി കൊടുക്കണം. കാറ്റുണ്ട്, പറക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു. ഇനി ഇത് ചട്ടി അങ്ങോട്ട് വെക്കുക. ഈ ചട്ടി എല്ലാത്തിനും നമ്മൾ ഉപയോഗിച്ച അതേ ചട്ടി തന്നെയാണ് മൊത്തത്തിന് ഉപയോഗിക്കുന്നത്. അധികം ചൂടാകുന്നതിന് മുമ്പ് തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചട്ടി പൊട്ടും. ഇനി അവിടെ ഒന്നും ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ദേ നമ്മുടെ ഗുണ്ട ചിക്കൻ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കുവാണ്. അടിപൊളി. ഫുള്ള് ഞാൻ ചൂടാക്കിയിട്ടില്ല, ഒരു മയത്തിലാണ് എണ്ണ വെച്ചേക്കുന്നത്. ഫുള്ള് ചൂടാക്കിയ പ്രശ്നമാണ്. 3 വലുത് ഇറക്കി, ഇനി അടുത്ത 3 ചെറുതും കൂടെ സൈഡ് വഴി ഇറക്കാം. ഇനി എണ്ണ കോരിയിട്ട് ആ മുങ്ങാത്ത ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ നമ്മൾ ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊസിഷൻ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് വാങ്ങാം.
ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ഇത് ബിങ്കോ പൊടിച്ചതാണ്. മിക്സിയിൽ പൊടിച്ച ബിങ്കോ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇതിൻ്റെ സ്റ്റിക്ക് ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വരത്തില്ല, ചെറുതിൻ്റെ മാത്രം ലൂസാണ്. അതെ, നമ്മുടെ ഗുണ്ട ചിക്കൻ കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കണ്ടോ, അതിൻ്റെ അകം കണ്ടാ? അതെ, ഒന്നുകൂടെ കഴിക്കാം. എന്താ സാറേ, ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം. അതായത് മേളിലെ ബിങ്കോയുടെ പൊടി നല്ലൊരു പുളി തരുന്നുണ്ട്. അകത്ത് മോസറല്ല ചീസ്, ചിക്കൻ, ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു നമ്മുടെ മീറ്റ് റോളിൻ്റെ ഒരു ഏകദേശം ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. കാരണം നമ്മൾ മറ്റേ മീറ്റ് മസാലയാണ് ചേർത്തത്, അതുകൊണ്ട് ആ മീറ്റ് റോളിൻ്റെ ഒരു രുചി വരുന്നുണ്ട്. ആ മോസറല്ല ചീസാണ് ഇതിനകത്ത് ഉരുകി ഒലിച്ചിട്ട് നല്ല അപ്പോൾ സാധാരണ ഏതാണെങ്കിലും പകുതി കഴിച്ചിട്ട് ഔട്ട്ഡ്രോ പറയുന്നത് അതെ മുഴുവൻ അടിച്ചു. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. തീർച്ചയായും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക, അടിപൊളിയായിട്ടാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ പുറം ഭാഗം ബിങ്കോ വരുന്ന ഭാഗം വേറെ ലെവലാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചേക്കണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒരു അടി കൊടുക്കണം. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാതെ പോകരുത്. തുടർന്ന് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ദിസ് ഈസ് മാർക്ക് ആൻ്റണി സൈനിങ് ഓഫ്.